ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മഞ്ജൂസ് മാത്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിലെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ബാക്കിയുള്ള 5 ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ഈ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ആദ്യം തന്നെ നോക്കാം. 10 വർഷം കൊണ്ട് ഒരു നിക്ഷേപം ഇരട്ടിയാകണമെങ്കിൽ സാധാരണ പലിശ നിരക്ക് എത്ര വേണം? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കാം. ഇത് പല മെത്തേഡ് ഉണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം തന്നെ എന്തൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. 10 വർഷം കൊണ്ട് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ n എന്ന് പറയുന്നത് 10 ഇയേഴ്സ്. ഒരു നിക്ഷേപം ഇരട്ടിയാകണമെങ്കിൽ എന്നാണ് ക്വസ്റ്റ്യൻ. ഒരു നിക്ഷേപം ഇരട്ടി ആകണമെങ്കിൽ സാധാരണ പലിശ നിരക്ക് എത്ര വേണം? അപ്പോൾ നമുക്ക് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് റേറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അറിയാം സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല അഥവാ സാധാരണ പലിശയുടെ ഫോർമുല നമുക്കറിയാം. SI = PNR / 100. നമ്മൾ പഠിച്ചിട്ടുള്ളൊരു ഇക്വേഷനാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് ഈ പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെന്നറിയാം. അതായത് A എന്ന് പറയുന്നത് ടോട്ടൽ എമൗണ്ട് ആണ്. നമ്മൾ നിക്ഷേപിച്ച തുകയും അതിനുശേഷം കിട്ടുന്ന ഇൻട്രസ്റ്റും കൂടിയിട്ട് ആഡ് ചെയ്ത് കിട്ടുന്ന ആകെ തുകയാണ് A എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് അറിയാവുന്ന രണ്ട് ഇക്വേഷൻസ് ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഇക്വേഷൻ നമ്പർ 2 ഇതിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. A എന്ന് പറയുന്നത് എത്രയാണ്? ഒരു നിക്ഷേപം ഇരട്ടിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതായത് A എന്ന് പറയുന്നത് 2p ആവുകയാണ്. ഈ 2p എങ്ങനെയാണ് കിട്ടിയത്? ആദ്യം നമ്മൾ നിക്ഷേപിക്കുന്ന തുക നമ്മൾ p ആയിട്ടാണ് എടുക്കുന്നത്. പ്രിൻസിപ്പൽ എമൗണ്ട് എന്നാണ് അതിന് പറയുന്നത്. ദെൻ ലാസ്റ്റ് കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് A ആണ്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് ഇവിടെ ഇരട്ടിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇരട്ടിയാവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പ്രിൻസിപ്പൽ എമൗണ്ട് p എന്നെടുത്തു, അത് ഇരട്ടിയാവുന്നു എന്ന് പറഞ്ഞാൽ 2p ആയിട്ട് മാറുകയാണ്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് കിട്ടുന്നത് 10 വർഷത്തിന് ശേഷം കിട്ടുന്നത് A ആണ്. A എന്ന് പറയുന്നത് നമ്മൾ 2p എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ A = 2p എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ നമ്മൾ ഈ ഇക്വേഷൻ നമ്പർ 2 ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എന്തായിട്ട് മാറും? 2p = p പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ്. ഇതിൽ നിന്നും സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടും എത്രയാണെന്ന്. ഈ p പുറത്തോട്ട് പോകുമ്പോൾ 2p - p എന്നാവും. സിമ്പിൾ ഇൻട്രസ്റ്റ് = p എന്ന ആൻസർ കിട്ടും. ഓക്കെ, സിമ്പിളായി സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല നമുക്കറിയാം. PNR / 100. അത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. = p എന്ന് കിട്ടും. ഈ p രണ്ട് സൈഡിലും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? NR / 100 = 1 എന്ന് കിട്ടും. n എന്ന് പറയുന്നത് നമുക്ക് 10 ഇയേഴ്സ് ആണ്. അതായത് 10 വർഷം കൊണ്ട് നമ്മൾ n 10 ആണ് എടുത്തത്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുകയാണ്. 10 × R / 100 എന്നാവും. =1. ഈ 10ഉം 100ൽ ക്യാൻസൽ ചെയ്യുമ്പോൾ 10 എന്ന് കിട്ടും. സിംപ്ലൈസ് R = ഈ 10 അപ്പുറത്തോട്ട് പോകുമ്പോൾ 10 × 1 10 ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. റേറ്റ് അഥവാ R എന്ന് പറയുന്നത് 10 ആണെന്ന് ആൻസർ കിട്ടി. ഓപ്ഷൻ C ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്. 2000 ജനുവരി 1 ശനിയാണെങ്കിൽ 2006 ജനുവരി 1 ഏത് ദിവസം ആയിരിക്കും? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യനിൽ ഡേറ്റുകൾ തമ്മിൽ ഈക്വലാണ്. അപ്പോൾ പ്രത്യേകിച്ച് വേറെ ചെയ്ത് ടൈം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ജനുവരി 1 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ വർഷവും കണ്ടിട്ട് ട്രഡീഷണൽ മെത്തേഡിലൂടെ പോകുമ്പോൾ കുറേ ടൈം എടുത്ത് സമയം മൊത്തം പോവും. അപ്പോൾ അതൊന്നും വേണ്ട. വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. ഇവിടെ 2000 ജനുവരി 1 ശനി എന്ന് തന്നിട്ടുണ്ട്. കാണേണ്ടത് 2006 ജനുവരി 1 ആണ് കാണേണ്ടത്.
അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ 2000 ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 2000 2006 ടോട്ടൽ എത്ര ഇയേഴ്സ് ഉണ്ട്? 2006 2000 ടോട്ടൽ എത്ര ഇയേഴ്സ് ഉണ്ട്? 6 ഇയേഴ്സ് ആണുള്ളത്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് നമുക്ക് കാണേണ്ടത് ഈ 2000-നും 2006-ൻ്റെയും ഇടയിൽ എത്ര ലീപ്പ് ഇയേഴ്സ് അഥവാ അതിവർഷങ്ങളുണ്ട് എന്ന് കാണണം. 2000 ആദ്യത്തെ ലീപ്പ് ഇയർ 2000 വരും, പിന്നെ 2004 വരും, പിന്നില്ല. അപ്പോൾ ടോട്ടൽ 2 ലീപ്പ് ഇയേഴ്സാണ് ഇവിടെ ഉള്ളത്. ദെൻ നമ്മളിത് രണ്ടും ആഡ് ചെയ്യാണ്. ഈ 6 + 2 തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 8 എന്ന ആൻസർ കിട്ടും. ഈ കിട്ടിയ 8-നെ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 എന്ന് കിട്ടും. ആ റിമൈൻഡർ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം നമുക്ക് ജനുവരി 1 ശനി എന്ന് തന്നിട്ടുണ്ട്. ഈ ശനിയുടെ കൂടെ ഈ 1 ആഡ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ഞായർ എന്ന് കിട്ടും. ശനിയുടെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ ഞായറാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഞായറാണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ശ്രേണി പൂർത്തിയാക്കുക. നമുക്കൊരു ശ്രേണി തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ടേം എന്താണെന്ന് നോക്കാം. അതിന് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്തെഴുതാണ്. YEB WFD UHGSKI. നെക്സ്റ്റ് ടേം നമുക്ക് അറിയില്ല, കണ്ടുപിടിക്കണം. ഇവിടെ നിന്നും വൈയുടെ വാല്യൂ നമുക്കറിയാം, 25 ആണെന്ന് നമുക്കറിയാം. നെക്സ്റ്റ് ഡബ്ല്യുവിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുകയാണ്, 23 ആണെന്ന് നമുക്കറിയാം. യുവിൻ്റെ വാല്യൂ 21 ആണെന്ന് നമുക്കറിയാം. എസിൻ്റെ വാല്യൂ നമുക്ക് 19 ആണെന്ന് അറിയാം. അപ്പോൾ ഈ ഒരു ടേം റിപ്പീറ്റ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ടേം വരാനുള്ള സാധ്യത ഏതാണ്? 25ഉം 23ഉം 2 കുറവാണ്, -2 ആണ്. 23-ൽ നിന്നും 21 ആണ് ആവുന്നത്. അവിടെയും -2-ൻ്റെ വ്യത്യാസമാണ് ഉള്ളത്. നെക്സ്റ്റ് 21ഉം 19 ആണ്. അവിടെയും -2-ൻ്റെ വ്യത്യാസമാണുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ടൈം സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? 19-ൽ നിന്നും 2 കുറയ്ക്കണം. 2 കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം 17 ആവും. അപ്പോൾ 17-ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കറിയാം ഏത് ആൽഫബറ്റാണ് വരുന്നത്? Q ആണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം നമുക്ക് കിട്ടി. ഈ ഓപ്ഷനിൽ നോക്കുമ്പോൾ Q വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടേംസ് നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് തന്നെയാണോ ആൻസർ നമുക്ക് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ഇ എടുക്കുകയാണ്. രണ്ടാമത്തെ ടൈം ഇ എടുക്കുമ്പോൾ ഇയുടെ വാല്യൂ നമുക്കറിയാം 5 ആണെന്ന് നമുക്കറിയാം. 5 ആണെന്ന് നമുക്കറിയാം. എഫിൻ്റെ വാല്യൂ നമുക്കറിയാം 6 ആണെന്ന് അറിയാം. അപ്പോൾ 5ഉം 1ഉം 5ൻ്റെ കൂടെ 1 കൂട്ടുമ്പോഴാണ് 6 കിട്ടുന്നത്. നെക്സ്റ്റ് എച്ച് 8 ആണ്. 8ൻ്റെ കൂടെ 2 കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? എച്ച് കിട്ടുന്നത്. എഫിൻ്റെ കൂടെ എച്ച് കിട്ടണമെങ്കിൽ 2 ആഡ് ചെയ്യണം. നെക്സ്റ്റ് കെ ആണ്. കെ എന്ന് പറയുന്നത് 11 ആണ്. അപ്പോൾ 8-ൽ നിന്നും 11 ആവണമെങ്കിൽ 3 ആഡ് ചെയ്യുമ്പോഴാണ് 11 കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ 1 2 3 നെക്സ്റ്റ് ടൈം എന്തായിരിക്കും? 4 കൂട്ടണം. 11ൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 15 കിട്ടും. 15-ന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് ആൽഫബറ്റ് ആയിരിക്കും? O ആയിരിക്കും വരുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. പിന്നെ ലാസ്റ്റത്ത് നോക്കേണ്ട ആവശ്യമില്ല, എല്ലാത്തിലും എല്ലാണ് ലാസ്റ്റ് ടൈം വന്നിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഒറ്റയാൻ ഏത്? ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിൽ ഏതാണ് ഒറ്റയാൻ എന്ന് നോക്കാം. അപ്പോൾ ഈ നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാകും ഓരോ നമ്പേഴ്സും 11ൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ടൈം 875, അതിപ്പോൾ അവിടെ നിൽക്കട്ടെ. 979നെ നമുക്ക് 89 × 11 എന്ന് ചെയ്യാം. നെക്സ്റ്റ് ടൈം 1089. 1089നെ നമുക്ക് 99 × 11 എന്ന് എഴുതാം. ഇതിപ്പോൾ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. 1089 11-ൽ എത്ര തവണ പോകുമെന്ന് നോക്കുക. ആദ്യം 9ൽ 99 എന്ന് കിട്ടും. ശിഷ്ടം വരുന്നത് 9 ആണ്. നെക്സ്റ്റ് 9 ഇറക്കിയിട്ടു. 9 ടൈംസ് 99 0. അങ്ങനെ ഓരോന്നും നമ്മൾ ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ്
ടേം എന്ന് പറയുന്നത് 1067. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 79 ഇൻറ്റു 11 എന്ന് എഴുതാൻ പറ്റും. പക്ഷേ 875 നമുക്ക് 11ൻ്റെ മൾട്ടിപ്ലിക്കേഷനിൽ എഴുതാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ബാക്കിയുള്ള എല്ലാ ഓപ്ഷൻസും 11ൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമാന്തര ശ്രേണിയിൽ 7-ാം പദത്തിൻ്റെ 7 മടങ്ങ് അതിൻ്റെ തന്നെ 11-ാം പദത്തിൻ്റെ 11 മടങ്ങിന് തുല്യമാണ് എങ്കിൽ ആ ശ്രേണിയുടെ 18-ാം പദം ഏത് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. തന്നിരിക്കുന്ന കാര്യങ്ങളായും തന്നെ നോക്കുക. ഒരു സമാന്തര ശ്രേണിയിൽ 7-ാം പദത്തിൻ്റെ 7 മടങ്ങ് അതിൻ്റെ തന്നെ 11-ാം പദത്തിൻ്റെ 11 മടങ്ങിന് തുല്യമാണ്. നമുക്ക് കാണേണ്ടത് ആ ശ്രേണിയുടെ 18-ാം പദമാണ് നമുക്ക് കാണേണ്ടത്. അതായത് നമുക്ക് കാണേണ്ടത് A18 ആണ് നമുക്ക് കാണാനുള്ളത്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് 7-ാം പദത്തിൻ്റെ 7 മടങ്ങ് അതെങ്ങനെ എഴുതാൻ പറ്റും? 7-ാം പദം എന്ന് പറയുന്നത് A7. ഓക്കെ, 7-ാം പദം എന്ന് പറയുന്നത് A7 ആണ്. അതിൻ്റെ 7 മടങ്ങ് എന്ന് പറയുമ്പോൾ 7 ഇൻറ്റു A7 എന്ന് കിട്ടും. എന്ന് പറയുന്നത് 11-ാം പദത്തിൻ്റെ 11 മടങ്ങ്. 11-ാം പദം എന്ന് പറയുമ്പോൾ എത്രയാണ്? A11. അതിൻ്റെ 11 മടങ്ങ് എന്ന് പറയുമ്പോൾ 11 ഇൻറ്റു എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയത്. ഇനി ഇതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഓരോ കാര്യങ്ങളും. 7 ഇൻറ്റു A7, അതായത് n-ാം പദം നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? A + n-1 ഇൻറ്റു ഡി. നമ്മളിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ A + n എന്ന് പറയുന്നത് 7 ആണ്. 7 - 1 ഇൻറ്റു ഡി ഇസ് ഈക്വൽ ടു 11 ഇൻറ്റു A + 11-ാം പദം എന്ന് പറയുമ്പോൾ 11 - 1 ഇൻറ്റു ഡി വിച്ച് ഇംപ്ലൈസ് 7 ഇൻറ്റു A + 7 - 1 എന്ന് പറയുന്നത് 6 ഇൻറ്റു ഡി ഇസ് ഈക്വൽ ടു 11 ഇൻറ്റു A + 11 - 1 എന്ന് പറയുമ്പോൾ 10D. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് കിട്ടും 7A + 42D ഇസ് ഈക്വൽ ടു 11A + 110D വിച്ച് ഇംപ്ലൈസ് 11Aയിൽ നിന്നും 7A പോകുമ്പോൾ 4A എന്ന് കിട്ടും. 4A ഇസ് ഈക്വൽ ടു 4A. ഇവിടെ ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതാം. 4A എന്ന് പറയുന്നത് 42 - 110. അപ്പം -68D എന്ന് കിട്ടും. ഇത് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ നമുക്ക് കിട്ടും ഈ 4 68-ൽ 17 തവണ. അപ്പോൾ A ഇസ് ഈക്വൽ ടു -17D എന്ന് കിട്ടും. അതവിടെ ഇരിക്കട്ടെ. ഓക്കെ, എയുടെ വാല്യൂ നമുക്ക് 17D ആണ് കിട്ടി. ഈ ഒരു ഇക്വേഷൻ അവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് നമുക്ക് 18-ാം പദമാണ് കാണേണ്ടത്. 18-ാം പദം എന്ന് പറയുമ്പോൾ A + n-1 ഇൻറ്റു ഡി. n-1 n എന്ന് പറയുന്നത് 18 - 1 ഇൻറ്റു ഡി എന്നായിരിക്കും വരുന്നത്. അപ്പോൾ A + 17 ഇൻറ്റു ഡി എന്ന് കിട്ടും. എയുടെ വാല്യൂ -17D ആണ് കിട്ടി. അപ്പോൾ -17D + 17D അങ്ങനെ തന്നെ എടുത്ത് എഴുതി. -17D + 17D എന്ന് പറയുന്നത് 0 ആണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ ഈ തന്നിരിക്കുന്നതിൽ ഒന്നുമില്ല. ഓപ്ഷൻ ഡി ആണ്. ഇവ ഒന്നും അല്ല. അപ്പോൾ ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കൂടിയും ഇവിടെ ചെയ്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.